നമസ്കാരം. ഇത് ഉദ്യാനപാലകൻ എന്ന സിനിമയുടെ പോസ്റ്ററാണ്. 1996 AK ലോഹിതദാസ് എഴുതി ഹരികുമാർ സംവിധാനം ചെയ്ത സിനിമ. മമ്മൂട്ടിയും കാവേരിയും പ്രധാന വേഷത്തിൽ. ഇനി ഇത് ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ഏറ്റവും പുതിയ ഈ 2026 ഇറങ്ങിയ സിനിമ. നിവിൻ പോളിയും മമിത ബൈജുവും പ്രധാന റോളിൽ. 2026 ഇപ്പോൾ ബത്ലഹേം കുടുംബ യൂണിറ്റ് സിനിമ കണ്ടപ്പോൾ എന്നെ ചിന്തിപ്പിച്ചത് കാലത്തിൻ്റെ മാറ്റം സിനിമകളിൽ എങ്ങനെയൊക്കെ അടയാളപ്പെടുത്തപ്പെടുന്നു എന്നുള്ളത് കൂടിയാണ്. 1996 ഉദ്യാനപാലകനിൽ നിന്ന് 2026 ബത്ലഹേം കുടുംബ യൂണിറ്റിലേക്ക് എത്തുമ്പോൾ കാലം മാറുന്നത് എങ്ങനെയെന്ന് കണ്ട് ആലോചിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടും. ഒരേ ജീവിതം, ഒരേ കഥ, പക്ഷേ മാറിയ മൂല്യബോധം. മിണ്ടാതെ അനുസരിച്ച് അമ്മാമൻ തലമുറകളുടെ മൂല്യബോധം വിജയിപ്പിച്ചു കൊടുക്കുന്ന ആളുകളുടെ കാലമല്ല ഇത്. മറിച്ച് ബത്ലഹേം കുടുംബ യൂണിറ്റ് അമ്മാമൻ തലമുറയോടുള്ള ഒരു ജെൻസി കലാപമാണ്. അതെങ്ങനെയെന്ന് നോക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ. 5 പോയിന്റുകൾ ഞാൻ വിശദീകരിക്കാം. ആദ്യം, ഒന്നാമത്തേത് സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ഒരു പെൺ കള്ളുകുടി സദസ്സിൽ ശ്രിണ്ടയുടെ കഥാപാത്രം ബത്ലഹേം കുടുംബ യൂണിറ്റിൽ ഒരു അടിച്ചമർത്തപ്പെട്ട സ്ത്രീയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അവിടെ അവരുടെ കാഴ്ചപ്പാട് എന്താണ്? കൊല്ലം മുഴുവൻ വെള്ളമടിച്ച് അവരുടെ സുഖവും സന്തോഷവും തേടി പോകുമ്പോൾ ആണുങ്ങൾ, ഭർത്താക്കന്മാരെ, നമ്മൾ പെണ്ണുങ്ങൾ അടുക്കളയിൽ കരിഞ്ഞുണങ്ങി നടുവൊടിഞ്ഞ് പണിയെടുക്കുന്നു. ഇനി നമുക്കും ഒരു യാത്ര പോകണം, പെണ്ണുങ്ങൾ മാത്രമായിട്ട്. എപ്പോഴെങ്കിലും നമ്മളും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം എന്ന് രേഷ്മ വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല, സ്ത്രീ സങ്കല്പത്തിൽ വലിയ മാറ്റം നമ്മുടെ പൊതുധാരയിൽ തന്നെ വന്നിട്ടുണ്ട്. സ്ത്രീകൾ ഇന്നയിടത്തെ ഒച്ച വെക്കാവൂ, ഇന്ന മാതിരിയെ സംസാരിക്കാവൂ എന്നൊക്കെ ഉള്ള ആൺ പാരമ്പര്യ സമീപനത്തോട് ചേർത്ത് വെച്ച് നിബന്ധനകൾ എഴുന്നള്ളിക്കുന്നത് പൊതുവെ ആളുകൾ പഴയതുപോലെ അംഗീകരിക്കുന്നില്ല. ഒന്നുമില്ലെങ്കിൽ പരസ്യമായിട്ട് പറയാൻ പോലും തയ്യാറാകാത്ത സാഹചര്യം വന്നിട്ടുണ്ട്. ഇവിടെ ബത്ലഹേമിൽ കുടുംബ സാമൂഹ്യ അന്തരീക്ഷത്തിൽ പാരമ്പര്യ ഭാരമില്ലാതെ പെരുമാറുന്ന സ്ത്രീകളെ കാണാം. ആഷ്ലി മുതൽ രേഷ്മ വരെ നീളുന്ന പെൺനിര. പുരുഷ കാഴ്ചയിലും വലിയ മാറ്റങ്ങൾ. പുരുഷൻ മദ്യപിക്കുമ്പോൾ അതൊക്കെ ആണത്തം എന്ന് കാണുകയും പെണ്ണ് വെള്ളമടിക്കാൻ ആലോചിച്ചു എന്ന് കേട്ടാൽ തന്നെ ആകാശം ഇടിഞ്ഞു വീണ് പരിക്കേൽക്കുകയും ചെയ്യപ്പെടുന്ന സമൂഹത്തിൽ അതൊക്കെ മാറി മാറി വരികയാണ്. പണ്ടൊക്കെ നാട്ടുംപുറത്ത് സ്ഥിരം വാറ്റുകയും വാറ്റടിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ നമ്മൾ പലയിടത്തും കാണാറുണ്ടായിരുന്നു. സമ്പന്നരിലും മദ്യപിക്കുന്ന സ്ത്രീകളെ കാണും. രഹസ്യമായിരുന്ന് എല്ലാം ചെയ്യുകയായിരുന്നു. പുരുഷന്മാർക്ക് പിന്നെ പ്രശ്നമില്ലല്ലോ. എന്നാൽ ഇന്ന് അത്തരം കപട സദാചാരത്തിൻ്റെ മറ മാറി. അല്ലാണ്ട് മദ്യപാനം ഗംഭീര എന്നുള്ള അർത്ഥത്തിലല്ല. സിനിമകളിൽ ഇത് കാണുമ്പോൾ കുരു പൊട്ടി നടന്നിരുന്ന സദാചാരക്കാരൊക്കെ ഇപ്പോൾ ലേശം അടങ്ങിയതുപോലും അതിശയകരമാണ്. മാത്രമല്ല, കാമുകി മദ്യപിക്കുന്നു എന്ന് കേട്ടാൽ പ്രണയം പറ്റിപ്പോകുന്ന ആണുങ്ങളും ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. ആഷ്ലി വെള്ളമടിച്ചു എന്ന് വെളിപ്പെടുത്തിയപ്പോൾ, ഒരു രഹസ്യം പറഞ്ഞപ്പോൾ ജസ്റ്റിന് അസാധാരണമായി ഒന്നും തോന്നുന്നില്ല ബത്ലഹേം കുടുംബ യൂണിറ്റിൽ. ഡൽഹി സമരത്തിൻ്റെ തുടർച്ചയായി എവിടുന്നോ ഏതോ പെൺകുട്ടി മോശം വാക്ക് ഉപയോഗിക്കുന്നത് കേട്ട് കൾച്ചറൽ ഷോക്കായി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നമുക്കുണ്ട് എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഓർമ്മിക്കണം. മോദിയുടെ ആ പരാമർശം ഇത്ര വലിയ എതിർപ്പ് വിളിച്ചു വരുത്തിയത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. അത്ര വലിയ എതിർപ്പ് വിളിച്ചു വരുത്തുന്ന സമൂഹമാക്കി നമ്മളെ മുന്നോട്ട് നയിച്ചു എന്നുള്ളത് ആഹ്ലാദകരമാണ്. ചുരുക്കത്തിൽ, സ്ത്രീയോടുള്ള സാമൂഹ്യ കാഴ്ചപ്പാടിൽ ഒപ്പീനിയൻ മേക്കേഴ്സ് എന്ത് സദാചാര പാരമ്പര്യവാദം ഉയർത്തിപ്പിടിച്ചാലും പുതിയ തലമുറ അത്രയൊന്നും സങ്കുചിതമല്ല എന്ന വസ്തുത ബത്ലഹേം കുടുംബ യൂണിറ്റ് ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്ന് സാരം. ഇനി രണ്ടാമത്തെ പോയിന്റ്, മതത്തെയും ജാതിയെയും തോൽപ്പിക്കുന്ന സൗഹൃദത്തിൻ്റെ അന്തരീക്ഷം. ബത്ലഹേമിൻ്റെ അടിസ്ഥാന കാഴ്ചപ്പാടാണിത്. പൊതുവെ ഇന്ത്യൻ കാഴ്ചപ്പാടിൽ ദേശീയ തലത്തിൽ തന്നെ ജാതിയും മതവും രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്ന കാലമാണ്. 90കളിൽ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഹിന്ദുത്വ രാഷ്ട്രീയം ശക്തിപ്പെടുകയും സകല മതജാതി ബോധവും അതിൻ്റെ തീവ്ര നിലപാടുകൾ പ്രചരിപ്പിക്കുകയും ചെയ്ത കാലമാണ്. ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം രൂപപ്പെട്ട ഇന്ത്യൻ മാറ്റം കേരളത്തിലും പല മട്ടിൽ പ്രകടമായിരുന്നു. അതിൻ്റെ പീക്കിലേക്ക് സഞ്ചരിക്കുന്ന സമൂഹമാണോ ഇപ്പോൾ നമ്മുടേത് എന്ന് ഭയന്നിരിക്കുമ്പോഴാണ് ജെൻസി തലമുറയുടെ വിപ്ലവാത്മകമായ ഇടപെടലുകൾ ആശ്വാസദായകമാകുന്നത്. അവർക്ക് മുന്നിൽ മതജാതി ദൈവ പ്രശ്നങ്ങൾ മുഖ്യ അജണ്ടയല്ല. ഒരു വലിയ വിഭാഗം ജോലി, ഡെഡിക്കേഷൻ, ഇതര മനുഷ്യരോടുള്ള ബഹുമാനം ഒക്കെ ഗംഭീരമായി കൊണ്ടു നടക്കുന്നതായും നമുക്ക് കാണാൻ കഴിയും. നൂറ്റാണ്ടിലെ പ്രളയവും കോവിഡും പല തിരിച്ചറിവുകളും നമുക്ക് തന്നു. ഏറ്റവും ഒടുവിൽ ഡൽഹിയിലെ ജെൻസി സമരവും ഉത്തരേന്ത്യയിലടക്കം രൂപപ്പെട്ടു വരുന്ന ജൻ ആൽഫ സമരവും ഒക്കെ ശ്രദ്ധേയമാണ്. ബത്ലഹേം കുടുംബ യൂണിറ്റ് ജെൻസിയുടെ മതജാതി കാഴ്ചപ്പാടിനെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്, ചെറുതായിട്ടാണെങ്കിലും. അത് വ്യക്തിബന്ധങ്ങളിൽ, സൗഹൃദങ്ങളിൽ ഒക്കെ കാണാം. സിനിമ ഒരു ക്രൈസ്തവ കുടുംബ കൂട്ടായ്മയുടെ പശ്ചാത്തലത്തിലുള്ള കഥയാണ് പറയുന്നത്. എന്നാൽ ആ കഥ പറയുമ്പോൾ തന്നെ മതേതരമായ കാഴ്ചപ്പാട് സാധ്യമാക്കുന്നു എന്നിടത്താണ് വലിയ കൗതുകം. മതത്തിനൊപ്പം ജീവിക്കുമ്പോൾ തന്നെ ഉപരിപ്ലവമായ കെട്ടുകാഴ്ചകൾക്കപ്പുറത്ത് അവർക്ക് മതം ഒരു കാര്യവുമല്ല. ജോയൽ ഡേവിസ് പാർവതി അയ്യപ്പദാസ് പ്രണയം മാത്രം നോക്കിയാൽ മതി. അവിടെ സംവിധായകനും തിരക്കഥാകൃത്തിനും ഒരാശങ്കയുമില്ല. അവർ ചേരേണ്ടത് എങ്ങനെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാണാക്കിനാവും, ആധാരവും തുടങ്ങിയ സിനിമകളൊക്കെ കണ്ട മലയാളി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അത്ര സങ്കീർണമല്ലാത്ത സിമ്പിളായി ജോയൽ ഡേവിസും പാർവതി അയ്യപ്പദാസും ഒരുമിക്കുകയാണ്. അതിന് കാരണം
അന്ന് നയിച്ച തലമുറയല്ല ഇന്ന് നയിക്കുന്നത് എന്നും അന്നത്തെ നയിച്ചവരുടെ മൂല്യബോധമല്ല ഇന്നത്തെ സമൂഹത്തിൻ്റെ ജെൻസി തലമുറയുടെ മൂല്യബോധം എന്നും ഉള്ള വസ്തുതയാണ്. ഈ ജെൻസി തലമുറയെ കൃത്യമായി വായിക്കാൻ കഴിയുന്ന ഗിരീഷ് ഷേഡി എന്ന സംവിധായകൻ അത് അടയാളപ്പെടുത്തുകയാണ്. അപ്പോഴും പക്ഷേ തലമുറകളുടെ ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. മൂന്നാമതായി ആ ഏറ്റുമുട്ടലിൻ്റെ സിനിമ ആഖ്യാനം എന്താണെന്ന് നമുക്ക് നോക്കാം. ബത്ലഹേം കുടുംബ യൂണിറ്റ് ആ ആശയ സംഘർഷത്തെ ഗംഭീരമായി അവതരിപ്പിക്കുന്നുണ്ട്. ഈ സിനിമയിൽ മുഖ്യ കഥയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന 3 തലമുറകൾ വരുന്നുണ്ട്. ഒന്നാം തലമുറ മധ്യവയസ്സ് കഴിഞ്ഞവർ, നായകൻ ജസ്റ്റിൻ്റെ തൊട്ടു മുമ്പത്തെ തലമുറ. അവിടെ 2 എക്സ്ട്രീമുകളുണ്ട്. പുതിയ ജെൻസി തലമുറയ്ക്കൊപ്പം നിൽക്കാനും ചിന്തിക്കാനും കഴിയുന്ന ജസ്റ്റിൻ്റെ അച്ഛനും അമ്മയും ഒക്കെയുണ്ട്. നായിക ആഷ്ലിയുടെ അച്ഛനും ഉണ്ട്. ജോയൽ ഡേവിസിൻ്റെ കാമുകി പാർവതി അയ്യപ്പദാസിൻ്റെ അമ്മയുണ്ട്. എന്നാൽ ഒരു തലത്തിലും അതിനോട് യോജിക്കാൻ കഴിയാത്ത, സമ്പൂർണ്ണമായി തൻ്റെ ശരി മാത്രം ശരിയായി ജീവിക്കുന്ന ആഷ്ലിയുടെ അമ്മ ഉണ്ട്. ഇനി 2ാം തലമുറ, നായകൻ്റെ തലമുറ, ജസ്റ്റിൻ്റെ തലമുറ, മധ്യവയസ്സിലേക്ക് അടുത്ത് നിൽക്കുന്നവർ. അതിൽ ജോയൽ ഡേവിസിൻ്റെ കാമുകിയുടെ ഏട്ടനെ പോലുള്ള ഒരു തരത്തിലും പുതിയതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വിഭാഗമുണ്ട്. അതേസമയം എല്ലാം തുറന്നു സ്വീകരിക്കുന്ന സുരേഷ് കൃഷ്ണയെ പോലുള്ള അതേ കൂട്ടത്തിൽപ്പെട്ട ജെൻസിക്കൊപ്പം ജീവിക്കാൻ കെൽപ്പുള്ള ആളുകളും ഉണ്ട്. ഇനി 3ാം തലമുറ, നായിക ആഷ്ലിയുടെ തലമുറ, അക്ഷരാർത്ഥത്തിൽ ജെൻസി തലമുറ എന്ന് ഈ സിനിമ പ്രതിനിധാനം ചെയ്യുന്ന ജെൻസി തലമുറ. അവർക്ക് കടുംപിടുത്തങ്ങളൊന്നുമില്ല, മറ്റൊരാളെ ദ്രോഹിക്കണം എന്നത് അവരുടെ അജണ്ടയുമല്ല. പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ ശരികളും ആസ്വാദ്യതകളും അവർക്ക് പ്രധാനമാണ്. എന്നാൽ സ്വാർത്ഥതയുടെ പേരിൽ നശീകരണാത്മകമായി മുന്നോട്ട് പോകാനും അവർക്ക് ഇഷ്ടമല്ല. ഇതേ സമയം അപ്പുറത്ത് അങ്ങനെയൊന്നും നോക്കാതെ ഇറങ്ങിത്തിരിക്കുന്ന ജോയൽ ഡേവിസും പാർവതി അയ്യപ്പദാസും ഉണ്ട് താനും. എല്ലാം സമ്പൂർണ്ണ പരിശുദ്ധം എന്ന വാദം സംവിധായകൻ അവതരിപ്പിക്കുന്നില്ല എങ്കിലും തലമുറകളുടെ ഏറ്റുമുട്ടലിനൊടുവിൽ പുതുതലമുറയുടെ മൂല്യബോധം ജയിക്കുന്നു. 4ാമത്തെ പോയിന്റ്, ജെൻസി ആകുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്നാണ്. എല്ലാത്തിനും ഒടുവിലുള്ള സിനിമയുടെ കൺക്ലൂഷൻ എന്താണ് എന്നാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമ്മളും പുതിയ തലമുറക്കൊപ്പം ജീവിക്കണം എന്നാണല്ലോ നമ്മളെപ്പോഴുള്ള ആഗ്രഹം. അവരാകാൻ എന്ത് ചെയ്യണം എന്നത് ഒരു പ്രധാന കാര്യമാണ്. യഥാർത്ഥത്തിൽ ജെൻസി എന്നാൽ, അല്ലെങ്കിൽ നമുക്ക് ശേഷമുള്ള തലമുറയാവുക എന്നാൽ അവരുടെ ഭാഷ ഉപയോഗിക്കുക എന്നതാണെന്നാണ് പൊതുവായൊരു ധാരണ. അവർ പറയുന്ന പോലെ പറയുക എന്നാണ്. അതും പ്രകാരം സ്ഥിരമായ ചില പ്രയോഗങ്ങൾ എടുത്ത് അടിക്കാൻ ശ്രമിക്കുന്നവരെ ചുറ്റും കാണാനാകും. നമ്മളും അതൊക്കെ ട്രൈ ചെയ്തിട്ടാവും. എന്നാൽ അവരുടെ ഭാഷ പറഞ്ഞാൽ ജെൻസി ആകില്ല. ഒരു കാലത്തും നമുക്ക് അങ്ങനെ പുതുതലമുറയാകാൻ കഴിയില്ല ഭാഷ മാത്രം പറഞ്ഞുകൊണ്ട്. അവരായി ജീവിക്കുക എന്നതോ അത് എളുപ്പവുമല്ല, അതിൽ കാര്യവുമില്ല. പക്ഷേ അപ്ഡേറ്റ് ആവുക, അവർക്കൊപ്പം ജീവിക്കുക എന്നതാണ് പ്രധാനം. എല്ലാ തലമുറയ്ക്കൊപ്പവും അവരുടെ മൂല്യങ്ങളെ മനസ്സിലാക്കി എതിർമൂല്യങ്ങളെ തിരുത്തി മുന്നോട്ട് പോവുക, ജീവിക്കുക. കാലത്തിന് ആവശ്യമുള്ള മൂല്യബോധത്തെ നമ്മൾ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. അതുമാത്രമാണ് പ്രധാനം. 5ാമതായി, ഒടുവിൽ ഏത് മൂല്യബോധം ജയിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് ഗിരീഷ് ഷേഡിയും സംഘവും ചെയ്യുന്നത്. കാലത്തിന് അനിവാര്യമായി പെരുമാറുക എന്നത് പ്രധാനമാണല്ലോ. അങ്ങനെ ആകുമ്പോൾ വ്യക്തികൾ തമ്മിലുള്ള പ്രായവ്യത്യാസത്തിനപ്പുറത്തെ സൗഹൃദം രൂപപ്പെടും. നമുക്കതൊരു നല്ല ജീവിതം പ്രദാനം ചെയ്യും. ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമ പറഞ്ഞു തരുന്നതും അതാണ്. വിശാലമായ തുറന്ന സൗഹൃദങ്ങളുടെ കൂടിച്ചേരലുകളുടെ പങ്കാളിത്തത്തിൻ്റെ ലോകം സന്തോഷകരമായിരിക്കും എന്നാണ്. മികച്ച മൂല്യങ്ങളുടെ, സങ്കുചിത്വമില്ലാത്ത കാഴ്ചപ്പാടുകളുടെ, പരസ്പര ത്യാഗങ്ങളുടെ ഒക്കെ കൂടിച്ചേരൽ. യഥാർത്ഥത്തിൽ അതാണ് ഒരാൾ പുതുതലമുറയാവുക എന്നതിൻ്റെ അർത്ഥം. അവിടെ തലമുറ വ്യത്യാസം പോലും അലിഞ്ഞലിഞ്ഞില്ലാതാകും. ജെൻസി കാലത്ത് അതിലും വലിയ ഒരു കാഴ്ചപ്പാട് നമുക്ക് മുന്നിലേക്ക് വെക്കാനില്ല. ഈ ലോകം ജെൻസിയുടേതാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകം അവർക്കൊപ്പം ജീവിക്കുന്നവരുടേതാണ് എന്നാണ് അർത്ഥം. ആ ജീവിതം എങ്ങനെയെന്നത് മാത്രമാണ് പ്രധാനം. പങ്കാളികൾ തമ്മിലുള്ള പ്രായവ്യത്യാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ബത്ലഹേം കുടുംബ യൂണിറ്റ് ഈ ജെൻസി കാലത്തെ മൂല്യബോധം വെച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ ആൺപെൺ മൂല്യങ്ങളുടെ ചേർച്ച പ്രധാനമാണ്. ബത്ലഹേം കുടുംബ യൂണിറ്റിൽ ജസ്റ്റിനും ആഷ്ലിയും തമ്മിലുള്ള പ്രായവ്യത്യാസം പറയുന്നത് 10-12 വയസ്സ് എന്നാണ്. അതുകൊണ്ട് ഇരുവരും തമ്മിൽ അത്ര ചേരില്ല എന്ന കാഴ്ചപ്പാട് ജസ്റ്റിൻ ഇടക്കിടക്ക് പങ്കുവെക്കുന്നുണ്ട്. 90കളിലെ മതാത്മകതയുടെ അപകടകരമായ രാഷ്ട്രീയ പ്രയോഗത്തെക്കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. അതേ 90കളുടെ സദാചാര കടുംപിടുത്തങ്ങൾ, അത് മതം മാത്രമല്ല, സമ്പത്തും വ്യത്യസ്തതകളും ആണും പെണ്ണും തുടങ്ങി സകല തലത്തിലും നമ്മുടെ ജീവിതത്തിലെ മൂല്യബോധത്തെയും നിയന്ത്രിച്ചിരുന്നു. 96-ൽ ഇറങ്ങിയ AK ലോഹിതദാസ് തിരക്കഥ എഴുതി ഹരികുമാർ സംവിധാനം ചെയ്ത ഉദ്യാനപാലകൻ എന്ന സിനിമയെക്കുറിച്ച് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ഒരു 40-കാരൻ നായകൻ അയാളുടെ അടുത്ത വീട്ടിൽ ഒരു പുതുതലമുറ പെൺകുട്ടി താമസിക്കാൻ വരുന്നു. ആ പെൺകുട്ടിക്ക് അയാളോട് സ്നേഹം, പ്രണയം ഉണ്ടാകുന്നു. അവളെ പിന്തിരിപ്പിക്കാൻ അയാൾ ആവുന്നതും ശ്രമിക്കുന്നു. പ്രായക്കൂടുതലാണ് അയാൾ ഉന്നയിക്കുന്ന പ്രശ്നം. എന്നാൽ അവൾ പിന്തിരിയുന്നില്ല. ഒടുവിൽ അവളുടെ കാരണവന്മാരെത്തി പിന്തിരിപ്പിക്കാൻ നോക്കുന്നു. നായകനുമായി സംഘർഷം. ഒടുക്കം അയാൾ പ്രായക്കൂടുതൽ പറഞ്ഞ് അവളെ ഒഴിവാക്കുന്നു. അടുത്ത ജന്മത്തിൽ കാണാമെന്നൊക്കെ പറയുന്നു. ഗംഭീര സിനിമയാണ്, പക്ഷെ വമ്പ ട്രാജഡിയാണ്. അവർ യോജിക്കുന്നത് ദുസ്വപ്നത്തിൽ പോലും അംഗീകരിക്കാൻ മുഖ്യധാരാ സമൂഹത്തിന് കഴിയുമായിരുന്നില്ല. അത് ലോഹിതദാസ് അതുപോലെ അടയാളപ്പെടുത്തി. എന്നാൽ ഒരു 2 ദശകം കഴിയുമ്പോഴേക്ക് കാലം മാത്രമല്ല, മൂല്യബോധവും മാറി. 2014-ൽ ജോജി തോമസ് തിരക്കഥ എഴുതി ജിബു ജേക്കബ് സംവിധാനം ചെയ്ത വെള്ളിമൂങ്ങ. അവിടെ മാമച്ചൻ തൻ്റെ സഹപാഠിയുടെ മകളെ കല്യാണം കഴിച്ച് കളഞ്ഞു.
എന്നാൽ പരസ്പരം സ്നേഹമുള്ളവർ ഒരുമിക്കുക എന്ന, പരസ്പരം മനസ്സിലാക്കി അനിവാര്യരാണ് എന്ന് തോന്നുന്നവർ ഒരുമിക്കുക എന്ന ക്ലൈമാക്സിലേക്ക് സിനിമ എത്തി. ഇപ്പോൾ അവിടെ നിന്നും കാലം കടന്നുപോയി. 2026 ഇവിടെ വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന തമിഴ് സിനിമ ഇപ്പോൾ അടുത്ത കാലത്ത് വന്നു. സൂര്യയും മമിത ബൈജുവുമാണ് പ്രധാന കഥാപാത്രം. നായികയും നായകനും വലിയ പ്രായവ്യത്യാസം. ജെൻസി നായിക, നായകൻ തൊട്ടു മുമ്പത്തെ തലമുറ. നായകൻ പിന്തിരിപ്പിച്ചിട്ടും അവൾക്ക് പ്രധാനം പരസ്പരം ഉൾക്കൊള്ളാൻ കഴിയുന്ന പങ്കാളി എന്നതായിരുന്നു. ഒടുക്കം അവളുടെ ഭാവിയെ കൂടി കണ്ട് പഠനവും ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചൊരുമിപ്പിക്കാനാണ് സംവിധായകൻ തീരുമാനിച്ചത്. അവസാനം ഇതാ ബത്ലഹേം കുടുംബ യൂണിറ്റ് 2026 തന്നെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നു. ഉദ്യാനപാലകൻ ഇറങ്ങി കൃത്യം 30 കൊല്ലം. അന്ന് മമ്മൂട്ടിയുടെ സുധാകരൻ നായരും കാവേരിയുടെ ഇന്ദുവും സ്തംഭിച്ചുപോയ, കൈവിട്ടുപോയ അതേ ജീവിതം. അന്ന് അമ്മാമൻ തലമുറയുടെ അളവുകോൽ ജീവിതത്തെ തീരുമാനിച്ച, ദുരന്താത്മകമാക്കിയ കാലം. ഇന്ന് ഇവിടെയോ ഏകദേശം അത്രയും തന്നെ പ്രായവ്യത്യാസം. ജസ്റ്റിൻ ആഷ്ലി, പതിവ് പോലെ നായകനുള്ള ആകുലതകൾ സമൂഹത്തിൻ്റെ ഒരു ന്യൂനപക്ഷത്തിൻ്റെ മാത്രം ആകുലതയായി മാറി എന്നതാണ്. നായികയുടെ കാഴ്ചപ്പാട് മുഖ്യധാരയുടെ കാഴ്ചപ്പാടായി മാറി. ജെൻസിയുടെ കാഴ്ചപ്പാട്. അമ്മാവന്മാരും അമ്മായിമാരും ഒന്നാകെ പൊളിഞ്ഞു വീണു. ആഷ്ലി പ്രതിനിധാനം ചെയ്യുന്ന പുതുതലമുറ, ജെൻസി തലമുറ മുന്നോട്ട് വെക്കുന്ന മൂല്യബോധത്തിനൊപ്പം ബത്ലഹേം കുടുംബ യൂണിറ്റ് ഒന്നായി നിൽക്കുകയാണ്. അത് കാലത്തിന് ആവശ്യമായ കാഴ്ചപ്പാടായി മാറുന്നു. അമ്മാവൻ തലമുറയും അമ്മായി തലമുറയും കേവലം പ്രായത്തിൻ്റെ അളവുകൊല്ലല്ല തീരുമാനിക്കപ്പെടുന്നത്. അത് കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ കാഴ്ചപ്പാട് എല്ലാ കാലത്തും ലോകത്തുള്ളതാണ്. അവിടെ സംഘർഷങ്ങൾക്കൊടുവിൽ മുഖ്യധാര, ഒപ്പീനിയൻ മേക്കർമാരുടെ നേതൃത്വവും കൈയടക്കി വെച്ചിരിക്കുന്ന അമ്മാമൻ കാഴ്ചപ്പാട്, മതജാതി സങ്കുചിത സദാചാര മൂല്യങ്ങളുടെ കാഴ്ചപ്പാട് പലപ്പോഴും വിജയിക്കാറുണ്ട് എന്നേ ഉള്ളൂ. എന്നാൽ ഇത് കാലമതല്ല. ഇവിടെ ജയിക്കുന്നത് കാലത്തിനൊപ്പം മാറാൻ കഴിയുന്ന മൂല്യബോധമാണ്. പുതിയ തലമുറയുടെ മൂല്യബോധം പഴയ സദാചാര കോട്ടകളെ മറികടക്കും എന്ന ശുഭകരമായ ഭാവിയിലേക്കുള്ള പ്രഖ്യാപനം കൂടിയായി അങ്ങനെ ബത്ലഹേം കുടുംബ യൂണിറ്റ് മാറുകയാണ്. നിങ്ങൾക്കത് തോന്നുന്നുണ്ടോ എന്നുകൂടി പറയണേ. കാണാത്തവർ കണ്ടിട്ട് പറയുക. ഞാൻ കമൻറ്റ് ബോക്സ് നോക്കും. നന്ദി, നമസ്കാരം.